തണുത്തുറഞ്ഞ ആ രാത്രിയിൽ വൃദ്ധനായ മനുഷ്യനിങ്ങനെ ദേവാലയത്തിലെ പള്ളിമണിയിലേക്ക് പള്ളിക്കുരിശിലേക്ക് ലക്ഷ്യമായിട്ട് കണ്ണുകൾ വായിക്കുന്നുണ്ട്. ഹൃദയത്തിലെ കനൽ കെടാത്തത് കൊണ്ടാകാം ഈ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീർ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ മനുഷ്യനായിരിക്കുമ്പോൾ വളരെ വൃദ്ധനെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഒരു മനുഷ്യൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു ഇരിക്കുന്ന മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരിക്കുക ഒരു കോപ്പ പാലും ഒരു കീറിയ തുണിയും ഒരപ്പക്കഷണം മാത്രമാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥയിൽ താഴെയിരിക്കുന്ന ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, സോദര, എനിക്ക് അല്പം ഈ ഒരു കുപ്പായം, ഈ ഒരു വസ്ത്രം തരിക. അങ്ങനെ തൻ്റെ കമ്പിളിയിൽ നിന്ന് ഒരല്പം കമ്പിളി കീറി മുറിച്ച് ഈ ഒരു മനുഷ്യന് നൽകുന്നുണ്ട്. പിന്നീട് സമയം അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഒരമ്മയും കുഞ്ഞും അതേ വഴി കടന്നു വരുന്നുണ്ട്. ഈ അമ്മയും കുഞ്ഞും ഒരു ദയ എന്ന രീതിയിൽ അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ വിളി എന്ന ചിന്തയിലൂടെ ഈ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കരങ്ങളിലേക്ക് കൈകൾ കൂപ്പുന്നുണ്ട്. ഈ ബിഷപ്പ് കണ്ട ഈ മനുഷ്യൻ ഈ അമ്മയ്ക്കും കുഞ്ഞിനുമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കോപ്പ പാലും അപ്പവും നൽകുന്നുണ്ട്. പിന്നീട് ആ അമ്മയും കുഞ്ഞും യാത്ര തുടരുന്നു. പിന്നീട് പള്ളിമണിയെ ലക്ഷ്യമാക്കി പള്ളിക്കുരിശിൻ്റെ ലക്ഷ്യമാക്കി ഈ ഒരു മനുഷ്യൻ യാത്ര തുടരുന്നുണ്ട്. അങ്ങനെ ദേവാലയം എത്തി ഓരോ പടികൾ പിന്നിടുമ്പോഴും ഹൃദയത്തിലെ ഇപ്രകാരമുള്ള ഈ കനൽ കെടുന്ന ഒരവസ്ഥ, തൻ്റെ ഹൃദയഭാരങ്ങളെല്ലാം കുറയുന്ന ഒരവസ്ഥ. ഒടുവിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് പിന്നീട് പുലിക്കൂട്ടിലേക്ക് തൻ്റെ ദൃഷ്ടികൾ പതിപ്പിച്ചപ്പോൾ ഈ ഒരു പുലിക്കൂട്ടിലായിരുന്ന അമ്മയ്ക്കും മകനും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യനും താൻ എപ്പോഴും കണ്ട ഈ ഒരു മനുഷ്യരുടെ മുഖഭാവം ഉണ്ടായിരുന്നു എന്നൊരു ചിന്ത. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതയാത്ര തുടരുമ്പോഴും പ്രകാരമുള്ള ചില അപരിചിതരായിട്ടുള്ള മനുഷ്യർക്കായിട്ട് നാം ഓരോ നന്മ പ്രവൃത്തികളും ഓരോ സൽകൃത്യങ്ങളും സൽപ്രവൃത്തികളും ചെയ്യുമ്പോഴും അതെല്ലാം നമുക്ക് വേണ്ടിയല്ല, പലപ്പോഴും ഉണ്ണീശോയ്ക്കായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലായിരിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, നന്മ നിറഞ്ഞ വാക്കിലൂടെ, നോക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്തയിലൂടെ ഉണ്ണി പിറക്കട്ടെ. തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കൃത്യമായ ഭാഷയിൽ നേരുന്നു.